ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരമേറ്റെടുത്ത പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ ഭരണസാരഥികൾക്ക് നജീബ് കാന്തപുരം എം.എൽ.എ. ഓഫീസിൽ സ്വീകരണം നൽകി. നിയോജകമണ്ഡലത്തിലെ ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർക്കും നഗരസഭാ അധ്യക്ഷയ്ക്കും ഉപാധ്യക്ഷനുമാണ് എം.എൽ.എ. സ്വീകരണം നൽകിയത്. ജനങ്ങളുടെ വിശ്വാസത്തിന് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണമെന്ന് എം.എൽ.എ. പറഞ്ഞു. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ നഗരസഭ, ബ്ലോക്ക് പഞ്ചായത്ത്, 6 ഗ്രാമപഞ്ചായത്തുകൾ എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർക്കും ഉപാധ്യക്ഷന്മാർക്കുമാണ് നജീബ് കാന്തപുരം എം.എൽ.എ. സ്വീകരണം നൽകിയത്. എം.എൽ.എ. ഓഫീസിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ നജീബ് കാന്തപുരം എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. ഓരോ വോട്ടും ജനങ്ങൾ നൽകുന്ന അംഗീകാരവും വിശ്വാസവുമെല്ലാമാണെന്നും എല്ലാവരും ആത്മാർത്ഥമായി ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കണമെന്നും നജീബ് കാന്തപുരം എം.എൽ.എ. പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ, വൈസ് ചെയർമാൻ എം.ബി. ഫസൽ മുഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, വൈസ് പ്രസിഡന്റ് C.K. ഹാരിസ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരുമായ റസീന മുജീബ്, അജിത് പ്രസാദ്, ഷഹീന മോൾ, കെ. ഭാരതി, സുധ, ഹസീബ് വളപുരം, സുലൈഖ കരിമ്പന, മജീദ് പുഞ്ചിരി, ഹുസൈൻ കളപ്പാടൻ, ദിവ്യ മൂത്തേടത്ത്, ആയിഷ മെക്കോട്ടിൽ, T.P. മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. 6 പഞ്ചായത്തുകളിലെയും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാര്, നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ ലോക്കൽ ബോഡി അധ്യക്ഷന്മാരുടെയും അതുപോലെ വൈസ് പ്രസിഡന്റുമാരുടെയും ഒരു കൂടിച്ചേരൽ മീറ്റിംഗ് ആയിരുന്നില്ല, ഒരു ഇൻഫോർമലായിട്ട് ഞങ്ങളൊന്ന് ന്യൂ ഇയറിന് ഒരുമിച്ചിരുന്നു, സന്തോഷം പങ്കുവച്ചു. അതിലപ്പുറം ഞങ്ങൾ കാര്യമായ ഡിസ്കഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് പ്രധാനമായിട്ടും UDFിൻ്റെ മെമ്പർമാരെ കൂടുതൽ കൃത്യമായൊരു പരിശീലനം കൊടുത്ത് അവരെ കൂടുതൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാക്കി മാറ്റുന്ന ഒരു ശ്രദ്ധ കൂടി ഉണ്ടാകും. അതുപോലെ പാർട്ടിയും മുന്നണിയുമായിട്ട് വളരെ ശക്തമായ ബന്ധം എപ്പോഴും ഉണ്ടാവുന്ന തരത്തിലായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോവുക. ഞങ്ങളൊക്കെ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ജനപ്രതിനിധികളാണ്. അപ്പോൾ പാർട്ടിയുടെയും മുന്നണിയുടെയും കമ്മിറ്റ്മെൻറ്റുകളെക്കുറിച്ച് കൂടി പരസ്പരം ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൂടിച്ചേരൽ നമ്മൾ നടത്തി. ഈ കൂടിച്ചേരലിൻ്റെ തുടർച്ച എന്ന് പറയുന്നത് മുന്നണി നേതാക്കളുമായിട്ട് ആലോചിക്കും. ഭരണസാരഥികളും MLA-യും കേക്ക് മുറിച്ച് പുതുവത്സരവും വിജയവും ആഘോഷിച്ചു. MLA-യുടെ വക എല്ലാവർക്കും പുതുവത്സര സമ്മാനവും നൽകി. ഈ മാസം 12-ന് മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെയും തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ UDF അംഗങ്ങളെയും പങ്കെടുപ്പിച്ച് പരിശീലന പരിപാടി സംഘടിപ്പിക്കും. 12-ാം തീയതി നമ്മളൊരു വിപുലമായ ശില്പശാല, ഈ നിയോജകമണ്ഡലത്തിൽ ഏതാണ്ട് 110-ലേറെ ജനപ്രതിനിധികൾ ഇപ്പോൾ UDFനുണ്ട്. ആ മുഴുവൻ ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിപുലമായിട്ടുള്ള ഒരു ശില്പശാല നമ്മൾ നടത്തുന്നുണ്ട്. ആ ശില്പശാലയിൽ കൃത്യമായി മെമ്പർമാർക്ക് പരിശീലനം നൽകി അവരോരോരുത്തരെയും പവർഫുൾ ആക്കുക എന്നതാണ് ഉദ്ദേശം. അപ്പോൾ ആ ഒരു പരിപാടിയുടെ ആലോചനാ യോഗം കൂടിയായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അത് വളരെ കൃത്യമായി പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ തന്നെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.